എവരിവൺ. എല്ലാവരും പോയതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി മിസ്സിംഗ് ആയി. സുരാജ് വെങ്ങാറമൂട് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ മിസ്സിംഗ് ആണ്. അദ്ദേഹം എൻ്റെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് കെട്ടഴിച്ച് വിട്ട് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുരാജ് ചേട്ടാ, കാറിന് കണ്ണുവിടാണ്ടിരിക്കാൻ കയറി ഇരിക്കുകയാണല്ലേ കൊച്ചു കള്ളൻ. ഇതെന്താ തൊപ്പിയൊക്കെ വെച്ചിട്ട്? അറിഞ്ഞില്ലേ പെള്ളി, ഞാൻ ഒരു സിനിമ ഡയറക്ടർ ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊക്കെ സംവിധായകർ വെക്കുന്ന തൊപ്പിയാണല്ലേ? അതെ. എനിക്ക് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് സുരാജ് ചേട്ടന്റെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ടിംഗ് ഒക്കെ ആണോ? വലിയ ഫാനാണ്. ആരാ ഹീറോയിൻ? ആരാ ഹീറോയിൻ? പാട് ഇവിടെയോ? അതൊരു കൊതുക് കുത്തിയാന്നേ. പിന്നെ കൊതുകൊക്കെ ഇപ്പൊ ഹീൽസ് ഇട്ടല്ലേ നടക്കുന്നത്. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കൊരു നായികയെ വേണം. അത് നല്ല സൗന്ദര്യവതിയായിട്ടുള്ള, എന്താ, നല്ല തൊണ്ടിപ്പുഴം പോലുള്ള മൂക്ക്, നല്ല പടവലങ്ങ പോലുള്ള കൈ, നല്ല മുടി, നല്ല കണ്ണ്, നല്ല മൂക്ക്, എല്ലാം നല്ല ഭംഗിയായിരിക്കണം. അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആരാ? എല്ലാം ഒത്തിറങ്ങിയ ഒരു പെണ്ണ് ഇവിടെ ഉണ്ട്. എവിടെയാ? കണ്ടില്ലല്ലോ. ഇവിടെ തന്നെ. എവിടെ? അവിടെയല്ല, ഈ സ്റ്റേജിലുണ്ടല്ലോ. ഒരു ചിരി വെച്ച് തന്നുണ്ടല്ലോ. ശരിക്കും ഇതായിരുന്നു ഏറ്റവും വലിയ കോമഡി. ഓക്കെ, എനിക്ക് ഹീറോയിന്റെ കാര്യം വിട. ഹീറോ ആരാണ്? ഹീറോ എന്ന് പറയുന്നത് നമുക്ക് പഴയ ആൾക്കാർ വേണോ പുതിയ ആൾക്കാർ വേണോ എന്നുള്ളൊരു ചർച്ചയിലാണ്. പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും അല്ലേ? ഓക്കെ, അത് നല്ലൊരു ചർച്ചയാണ്. പഴയ നടന്മാരെയാണോ അതോ പുതിയ നടന്മാരെയാണോ ചേട്ടന് ഇഷ്ടം? എന്തോന്ന് ക്ലീശ ചോദ്യമാണ് പേളി ഈ ചോദിക്കുന്നത്. പഴയതാണോ പുതിയതാണോ ഇഷ്ടമെന്ന്. കഷ്ടം. വേറെ ഒരു ചോദ്യമില്ലേ ചോദിക്കാൻ? എനിക്ക് പിന്നെ ഞാൻ വേറൊരു നല്ലൊരു ചോദ്യം ചോദിച്ചോളൂ. ഇന്ത്യയും ഇറാനും തമ്മിൽ ആണവ കരാർ ഒപ്പിട്ട വർഷം ഏതായിരുന്നു? അല്ല, അത് ആദ്യം പറഞ്ഞതാ നല്ലത്. ആണല്ലേ? അപ്പൊ അതിന്റെ ആൻസർ പറ. അത് ആൻസർ വളരെ ഈസിയാണ്. ഇപ്പോൾ പഴയ നടന്മാർ പുതിയ ചിത്രത്തിൽ അഭിനയിച്ചാലും പുതിയ നടന്മാർ പഴയ ചിത്രത്തിൽ അഭിനയിച്ചാലും വ്യത്യസ്തമാണ്. കണ്ടിരിക്കാനും നല്ല സുഖമുണ്ട്. രണ്ടുപേരും കഴിവുറ്റ പ്രതിഭകൾ തന്നെയാണ്. ഞാനൊരു കാര്യം വേണ്ടേ, ഈ ഇടയ്ക്ക് ഞാൻ പ്രേമം എന്ന സിനിമ കണ്ടു. അതില് പ്രേമത്തിലെ ഹീറോ ആയിട്ട് പഴയ ഒരു നടനായിരുന്നെങ്കിൽ ആരായിരുന്നു കറക്റ്റ്? പ്രേമത്തിലിപ്പോ പഴയ ഒരു താരം നായകനായിട്ട് വരണമെങ്കിൽ അത് ആരായിരിക്കും അല്ലേ? പഴയ ഒരു താരമാണ് ഇപ്പൊ പ്രേമത്തിലെ നായകനായിട്ട്. ഞാൻ ഗസ് ചെയ്യാം. വേറെ ആരുമല്ല, നമ്മുടെ സത്യം മാഷ്. അവളെ വേണ്ട, ഇവളെ ഒട്ടും വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട, ഇവിടെ ആകെ സീൻ മൊത്തം കൊണ്ട എൻ്റെ മലരേ. എനിക്ക് ഒരാളുടെ കൂടെ മൊയ്തീന്റെ ആ ഒരു സിനിമയിൽ ആ ഒരു മൊയ്തീന്റെ റോൾ. തീർച്ചയായിട്ടും മൊയ്തീന്റെ റോള് അത് പൃഥ്വിരാജിന് പകരം ചെയ്യാൻ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഒരേ ഒരു താരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആരാണെന്ന് പേര് പറയണ്ട. റെഡി? ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടലെത്തും. ഇര പിഴുങ്ങി പുഴ, ഇര പിഴുങ്ങി പുഴ, ആ പുഴ അല്ല, ആ പുഴ അറബിക്കുള്ളതാണെങ്കിൽ പൃഥ്വിരാജ് അറബിക്കടലിനുള്ളതാണ്. എല്ലാം കൈവിട്ടു പോയി പൃഥ്വിരാജേ, ബാക്കി നീ ഏറ്റെടുത്തോ. സൂപ്പർ ചേട്ടൻ അടിപൊളിയാണ്. ചേട്ടൻ ഡയറക്ടർ ആവും എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പായി. ഞാൻ എപ്പോഴാണ് ഡേറ്റ് ബുക്ക് ചെയ്യേണ്ടത്? എന്റെ ഡേറ്റ് ഞാൻ ബ്ലോക്ക് ചെയ്യണല്ലോ. തീർച്ചയായിട്ടും നായിക തന്നെ ആക്കാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. ഡേറ്റ് ഒക്കെ വരാം. എനിക്ക് എന്തായാലും പണിയൊന്നുമില്ല. അല്ല, ഇപ്പോഴൊന്നും പ്രശ്നമല്ല. ഒരു 20 വർഷം കാത്തിരിക്കേണ്ടി വരും. അല്ല, എനിക്ക് ഡയറക്ഷൻ ഒന്ന് പഠിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നന്നായിട്ട് ഡയറക്ഷൻ പഠിച്ച് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ അറിയുന്ന കുറച്ച് നോമിനേഷൻസിലുള്ള പേരുകൾ ഞാൻ വായിച്ചോട്ടെ. എന്നാ പെട്ടെന്ന് ഒന്ന് വായിച്ചാട്ടെ. The nominees for Fortune Sunflower Oil IFA Awards for Direction. Fortune Sunflower Oil IFA ഉത്സവം മികച്ച സംവിധായകൻ. ദേച്ചി, നമ്മ പള്ളി കണ്ട ചേട്ടൻ. അൽഫോൻസ് പുത്രൻ പ്രേമം.
അമൽ നീരദ്, ഇയോബിന്റെ പുസ്തകം. നീ കമ്മ്യൂണിസ്റ്റാണോ? നമ്മൾ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല, ഉണ്ടാവാനും പാടില്ല. ലാൽ ജോസ്, നീന. RS വിമൽ, എന്ന് നിന്റെ മൊയ്തീൻ. അന്റെ സോഷ്യലിസ്റ്റ് പിണ്ണാക്കുകളെ കൊണ്ട് കോൺഗ്രസിന്റെ മൂക്കത്തൊന്നും തൊടാൻ പറ്റൂടാ. മൂക്കത്ത് തൊടൂല, മുക്കത്ത് തൊടും. കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. ഒരു വിറകുവെട്ടുകാരൻ. സന്തോഷ് വിശ്വനാഥ്, ചിറകൊടിഞ്ഞ കിനാവുകൾ. 19 വയസ്സ്. ഇവൾ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനുമായി പ്രണയത്തിലാണ്. ഈ അവാർഡ് നൽകുവാനായിട്ട് ഐ ഇൻവൈറ്റ് രവിചന്ദ്രൻ, കാവ്യ മാധവൻ ആൻഡ് കതിരേഷൻ ഓൺ ടു ദ സ്റ്റേജ്. ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ഗോസ് ടു പോരട്ടെ, എൻ്റെ സ്വന്തം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാലുചേട്ടൻ, ലാൽ ജോസ് ഫിലിം നീന. ലാൽ സർ, രണ്ട് വാക്ക്. ഇത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം ഏറ്റവും മനോഹരമായ സിനിമകൾ ഉണ്ടായ ഒരു വർഷമാണ്. ഏറ്റവും വിജയിച്ച സിനിമകളും ഉണ്ടായ വർഷമാണ്. എൻ്റെ സിനിമ അത്ര വിജയിച്ച സിനിമയായിരുന്നില്ല, പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമയായിരുന്നു നീന. നീനയ്ക്ക് വേണ്ടി, നീനയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി ഞാനത് സ്വീകരിക്കുന്നു. താങ്ക്സ്. എൻ്റെ പല്ലൊക്കെ വെളുത്തിരിക്കുന്നുണ്ടല്ലേ? ഏത് സെൻസറൈൻ യൂസ് ചെയ്തിട്ടാണ്. ആണോ? ആ, ഇന്ന് സെൻസറൈൻ മീറ്റർ, എനിക്കറിയാം സമയമില്ല, എല്ലാവരും ബിസിയാണ്, പക്ഷേ ഈ ഒരു സെൻസറൈൻ മീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ സെൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവിടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആ ചിരിച്ചു കണ്ടുപിടിച്ചേ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഉയർത്തിരുന്നേക്കൂ, എന്നിട്ടാണ് എനിക്കൊന്ന് ക്രൂശിക്കാലോ. കിട്ടിയ ചാൻസ്. ചോദ്യം ചോദിക്കുന്ന കൊള്ളാം, നല്ല വെളുത്ത പല്ലെന്ന് പറഞ്ഞിട്ടാ പോയത്. ആ പല്ലോട് കൂടി തന്നെ തിരിച്ചു വരണം. ആക്ച്വലി യു ഹാവ് ഡൺ സോ മെനി മൂവീസ്. അപ്പം ഭയങ്കര ഒരു ഹീറോയുടെ റോൾ ഇപ്പം കിട്ടുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ അതിന് ഒരു റെക്കഗ്നിഷൻ കിട്ടിയില്ലെങ്കിൽ ഹൗ വുഡ് യു ഫീൽ? ബിക്കോസ് ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ചോദിച്ചത്. സോ എനിക്ക് സെൻസിറ്റിവിറ്റി തോന്നിയില്ല. മീറ്റർ എവിടെ? ലോ സെൻസിറ്റീവ് ആണ്. ലോ ഇസ് എ ഗുഡ് തിങ്. സോ വിജയ് ബാബു എന്ന് പറയുന്ന വ്യക്തി ഒരു ഭയങ്കര സ്ട്രോങ് മനുഷ്യനാണ്. ഹി ഈസ് നോട്ട് അറ്റ് ഓൾ സെൻസിറ്റീവ്, ബട്ട് ഭയങ്കര ഫുൾ ഓഫ് ലവ്, ഫുൾ ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി വേറൊരാള് ഒന്നിരിക്കൂ. ടോവിനോ, ഹായ്. നിങ്ങളുടെ എല്ലാ സിനിമയിലും കാമുകിമാരും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാല്ല, ഒരു നിരാശ കാമുകൻ്റെ റോളാണ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത്. സോ ഇത് നിങ്ങളെ ശരിക്കും സെൻസിറ്റീവ് ആക്കുന്നുണ്ടോ, അതോ നിങ്ങൾ സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഇതാണ്. പക്ഷേ വാട്ട് യു ഹാവ് ടു സേ? ഞാൻ പ്രേമിച്ച് കെട്ടിയാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എന്താ പറയുക, കാമുകിമാരെ കിട്ടാത്തതിന്റെ പേരിൽ സെൻസിറ്റീവ് ആവേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി എനിക്ക് അവസരമില്ലാണ്ടായിപ്പോയി സെൻസിറ്റീവ് ആവാൻ. സോറി. അപ്പോൾ എന്തായാലും ഉണ്ടായ എക്സ്പീരിയൻസോട് പറയണത് സത്യയുടെ ഒരു വൃത്തിയായിട്ട് എക്സ്പീരിയൻസ് ആട്ടോ. ഇപ്പൊ സിനിമയിൽ അങ്ങനെ പറ്റുന്നതിൽ ആർ യു ഫീലിംഗ് സെൻസിറ്റീവ്? ഭയങ്കര അങ്ങനത്തെ ക്യാരക്ടർ സെൻസിറ്റീവ് ആവും, മനുഷ്യന്മാരല്ലേ. അപ്പൊ എങ്ങനെയാണ് അവരുടെ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞാനും മനുഷ്യനാണല്ലോ, പറ്റുമല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. മീഡിയത്തിലാണ് നിൽക്കുന്നത്, ഒരു ത്രിശങ്കു പൊസിഷനാണ്, കുഴപ്പമില്ല. അടുത്തത് നമുക്ക് വേറൊരു ആളെ തപ്പണം. ഇവിടെ ഉണ്ടെന്ന് മമത ഇരിക്കല്ലേ, ചോദിക്കേ. മമത, when you upload pictures on Facebook, when you get like എത്ര ലൈക്സ് കിട്ടാറുണ്ട് ഏകദേശം? അതെനിക്കറിയില്ല, ഞാൻ എപ്പോഴും മോണിറ്റർ ചെയ്യാറില്ല അത് എത്ര ലൈക്സ് കിട്ടാറുണ്ട്. ഇൻഫാക്ട് ഞാനിപ്പോ റീസെന്റ് ഫേസ്ബുക്ക് മെൻഷൻ സ്റ്റാർട്ട് ചെയ്തത് ആണല്ലേ. അപ്പൊ ലൈക്സ് ഇപ്പൊ കുറച്ച് കുറഞ്ഞു എന്ന് വിചാരിക്കാം. വുഡ് യു ഫീൽ സാഡ്? വുഡ് യു ലൈക്ക്? ഒരിക്കൽ മാത്രമേ എനിക്ക് ഇത് കുറഞ്ഞിട്ടുള്ളൂ അല്ലേ ലൈക്സ്. അത് ഇതേമായിട്ട് എടുത്തിട്ട് So let's see if you're sensitive, because സത്യം മാത്രമേ അത് പറയത്തുള്ളൂ. Let's see if Mamata becomes sad if he doesn't. Very sad ആണ് കാണിക്കുന്നത്. So is that true? I'm sensitive in other areas, nothing to do with my profession actually. I've seen that you have a lot of followers, even though I don't know if you follow your followers. I know, right? What do you have to tell your fans?
small message. No message. Thank you for all the love. And thank you for sending me all the likes. ഇനിയും ലൈക്ക് ചെയ്യൂ എന്ന് പറയാം. ഇപ്പൊ എന്തായാലും നന്നായിട്ട് പല്ലി വെച്ചാൽ മതി, എല്ലാം ശരിയാവും. അപ്പൊ താങ്ക് യു